BJP പൊട്ടിത്തെറിയിലേക്ക്. BJPയുടെ സമുന്നതനായ നേതാവ് മുൻ ഫൈനാൻസ് മിനിസ്റ്റർ യശ്വന്ത് സിൻഹ BJP വിട്ടു. അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കോൺഗ്രസിൽ ചേരുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. BJPയുടെ പല തലമുതിർന്ന നേതാക്കന്മാരും ഇന്ന് അസ്വസ്ഥരാണ്. അവർ ഓരോന്നായി പാർട്ടിയിൽ നിന്ന് പുറത്തേക്കുള്ള വഴികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കർണാടകയുടെ മുൻ ഉപമുഖ്യമന്ത്രി ഈശ്വരപ്പ അദ്ദേഹം BJPക്കെതിരെ സ്വതന്ത്രനായി വിമതനായി മത്സരിക്കാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു. അദ്ദേഹം അത് ഇന്നലെ പത്രസമ്മേളനത്തിലൂടെ വ്യക്തമാക്കുകയും ചെയ്തു. അതുപോലെ തന്നെ കർണാടകയിലെ തന്നെ മുൻ മുഖ്യമന്ത്രി സദാനന്ദ ഗൗഡ ഒരു കാല് പുറത്തു വെച്ചാണ് നിൽക്കുന്നത്. ഏത് നിമിഷവും അദ്ദേഹം BJPയിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അദ്ദേഹം കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവ് കർണാടകയുടെ ഉപമുഖ്യമന്ത്രി നമ്മുടെ DK ശിവകുമാറുമായി ചർച്ച നടത്തി കഴിഞ്ഞു. BJPയുടെ തലമുതിർന്ന നേതാവായിരുന്ന BJPക്ക് ഹൈപ്പ് ഉണ്ടാക്കി കൊടുത്ത BJPയെ ഇന്ന് കാണുന്ന BJP ആക്കിയ LK അഡ്വാനി അദ്ദേഹം രഥയാത്ര നടത്തി ബാബരി മസ്ജിദ് തല്ലിത്തകർത്ത് ആണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJPക്ക് വേരോട്ടമുണ്ടാക്കി കൊടുത്തത്. ആ LK അഡ്വാനിയുടെ മകൾ ഇന്ന് ഗുജറാത്തിൽ നിന്നും കോൺഗ്രസ് ടിക്കറ്റിൽ BJPക്കെതിരെ മത്സരിക്കുകയാണ്. അമിത്ഷാ മോഡി കൂട്ടുകെട്ട്, അവരുടെ ഏകാധിപത്യ പ്രവണത, അതിൽ മുതിർന്ന BJP നേതാക്കന്മാർ പലരും അസ്വസ്ഥരാണ്. അവർ പക്ഷേ ഇവരുടെ പവറിന് മുമ്പിൽ, ഇവരുടെ മസിൽ പവറിന് മുമ്പിൽ, ഇവരുടെ അമിത്ഷാ മോഡിയുടെ മസിൽ പവറിന് മുമ്പിൽ, അവരുടെ മണി പവറിന് മുമ്പിൽ ഭയപ്പെട്ട് പുറത്ത് പറയാൻ തയ്യാറാവുന്നില്ല. എങ്കിലും പലരും മെല്ലെ മെല്ലെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഇന്ന് വലിയൊരു അഗ്നിപർവ്വതം പോലെ BJP പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അഗ്നിപർവ്വതമായി BJP മാറിയിട്ടുണ്ട്. പല ആളുകളും, പല നേതാക്കന്മാരും, പല മുതിർന്ന നേതാക്കന്മാരും ഇന്ന് BJPയിൽ നിന്ന് പുറത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവർ പുതിയ വഴികൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും തകരുന്ന ഒരു കപ്പലായി BJP മാറിക്കഴിഞ്ഞു. അമിത്ഷാ മോഡിയുടെ ഈ ഏകാധിപത്യ പ്രവണത അംഗീകരിക്കാൻ തലമുതിർന്ന BJP നേതാക്കന്മാർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം മറ്റു പാർട്ടികളിൽ നിന്ന് വലിച്ചെടുത്ത് കൊണ്ടുവരുന്ന പലർക്കും സ്ഥാനമാനങ്ങൾ വീതിച്ചു കൊടുക്കുമ്പോൾ BJP നേതാക്കന്മാർക്ക് കിട്ടുന്നില്ല. അവർ